ആര് വിളിക്കണം നോക്ക്. പഞ്ചപക്ഷിയിലൊന്ന് മൂങ്ങ ഉദിച്ചായിരുന്നേ. എല്ലാ ദിവസവും പൂജ സമയത്ത് പഞ്ചപക്ഷിയിലൊന്നാണ് മൂങ്ങ. വെള്ളി മൂങ്ങ കേട്ടിട്ടുണ്ടോ? രാവിലെ വിളിക്കൂ. കൃത്യസമയം ബ്രാഹ്മമുഹൂർത്തത്തിലെ ശംഖുനാഥം മുഴക്കുന്ന പക്ഷിയെ കേട്ടിട്ടുണ്ടോ? ഏത് അറിയോ? ചാതുരാഗ പക്ഷി. പണ്ട് ഉപ്പമല കണ്ണ് ചുവപ്പുള്ള ഉപ്പം പക്ഷി അതാണ് ചാതുരാഗ പക്ഷി. അതൊക്കെ ഇവിടെ ആ സമയമൊക്കെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് വിളിക്കും. പൂജാ സമയം ഭയങ്കര ശക്തിയുള്ള സ്ഥലമാണ്. വൈകുന്നേരം വിളിക്കും. ഭയങ്കര ചൈതന്യം. അതിനിത്ര പെട്ടെന്ന് ഇത് വളരാനുള്ള കാരണം വരുന്നുണ്ട്. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാർക്ക് വല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇനി മേലുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അങ്ങോട്ട് അറിയാനേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസമല്ലേ. ഇതിപ്പം ഒരുപാട് പണികളൊക്കെ തുടങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ക്ഷേത്രം സമാധി ക്ഷേത്രമാക്കാനുള്ള അതിന്റെ ലിംഗപ്രതിഷ്ഠ ചെയ്യും. നമ്മുടെ ശിവരാത്രി അന്ന് ലിംഗപ്രതിഷ്ഠയൊക്കെ ഉണ്ട്. വേറെ എന്തൊക്കെയാണ്? ഇനി ഹിന്ദു സംഘടനയായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ല, ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. നിത്യപൂജയുണ്ട്. നിത്യപൂജയുണ്ട്. പിന്നെ ഒരു ഗുഹ ഉണ്ടായിരുന്നു പറഞ്ഞു, അച്ഛൻ വിശ്രമിച്ചിരുന്നു. അതെ. അത് ഈ ക്ഷേത്രം വന്ന സമയത്ത് നാലമ്പലത്തിന്റെ മതിൽ കെട്ടിയ സമയത്ത് ദേവിയുടെ സ്ഥാനം അവിടെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് അത് അച്ഛൻ ഭഗവാനിരിക്കുന്നിടത്ത് അച്ഛൻ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റി. അവിടെയൊക്കെ പോകാറുണ്ടായിരുന്നു നിങ്ങള്? നമ്മള് തീർച്ചയായിട്ടും അച്ഛന്റെ കൂടെ നമുക്ക് ആ ഗുഹയിൽ കയറാനുള്ള അവസരമൊക്കെ അച്ഛൻ തന്നിട്ടുണ്ട്. ധ്യാനിക്കായിരിക്കാൻ അവസരം തന്നിട്ടുണ്ട്. ഇത് ഇപ്പൊ ഗുഹ ഇല്ല? ഇപ്പൊ ഇല്ല. ഇപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, ദേവി ക്ഷേത്രം ആയ സമയത്ത് അത് പൊളിച്ച് ആ ക്ഷേത്രം ആ സ്ഥാനത്താണ് വന്നത്. അപ്പൊ ഈശ്വര ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അച്ഛൻ അത് പൊളിച്ചു മാറ്റിട്ട് ഇവിടെ ഋഷിപീഠം ചെയ്തത്. ഋഷിപീഠം ചെയ്ത് ഇവിടെ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഇവിടെ ഇരുന്ന് ധ്യാനവും കാര്യങ്ങളും. അതായത് പേരാലാണ് അത്. പേരാലിന്റെ മുമ്പേ ഇരുന്ന് അച്ഛൻ ധ്യാനിക്കുകയും കാര്യങ്ങൾ അതിനുശേഷമാണ് ചെയ്തത്. അച്ഛൻ പൂജാവിധികളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും.
പിന്നെ ഇവിടെ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലേ? ഇവിടെ പണികളൊക്കെ പൂജ രാവിലെ വൈകുന്നേരം ഉണ്ടോ? രാവിലെ വൈകുന്നേരം